എന്നിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് പരിപാടികൾ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഉണ്ടാകുന്നതേ കുഞ്ഞിപ്പത്തിരിയാണ്. അതിനാണ് ഈ പൊടി അളന്ന് മുറിച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ. പൊടി ആദ്യം അളന്നെടുത്തിട്ട് ആ ഗ്ലാസ്സിൽ അളന്ന് വെള്ളമൊഴിക്കുക എന്നുള്ളതാണ് പത്തിരിക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം. അതെ, ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പൊടി എടുത്താൽ ഒരു 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം വെക്കും കേട്ടോ. അപ്പോൾ അതൊരു കറക്റ്റ് ആയിട്ട് വരും. എന്താ ഇടക്ക് പൊടി അങ്ങനെ കട്ട കെട്ടി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അന്ന് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുഴച്ചെടുക്കണത്. പൊടി ഒന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കും. അപ്പോൾ ഒന്നുകൂടി പൊടി അതിൽ കിടന്നിട്ടൊന്ന് വെന്ത് റെഡി ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്ത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നമ്മൾ മാസത്തിലിട്ട് കുഴക്കേണ്ടി വരില്ല. പക്ഷെ എന്നാലും ഈ പത്തിരി ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് മടിയാണ്. ഇന്ന് ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. അതും കുറച്ചൊരു മടിയുള്ള കാര്യമാണ്. ഈ ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അത്ര ചെറുതൊന്നല്ല, ഒരിത്തിരി വലുത്, ഭയങ്കര വലുതും അല്ലാത്ത രീതിയിൽ ഇത്ര പോകുന്ന ഓരോരോ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബോൾസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പം ഞാനൊരു ഇത്തിരി ചായ ഉണ്ടാക്കിയിട്ട് അവലും ചായയും കുടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ചപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ വയറിന് ഭയങ്കര അസ്വസ്ഥതയിന്, വിശന്നിട്ട് തല വീണ്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒരു ഇത്തിരി ചായ ഉണ്ടാക്കി ഇങ്ങോട്ട് കുടിച്ചു. അപ്പോൾ നമ്മൾ ബോൾസൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ ഞാനൊരു വായൻ്റെ ഇല ഒടിഞ്ഞിട്ടുണ്ടായിനി. അതിൽ ഒരു ചെറിയ പീസൊക്കെ പോയിട്ട് എടുത്തോണ്ടെന്ന്. വായൻ്റെ ഇലയിൽ ഇത് വെക്കുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിച്ചിട പണിയൊന്നും ഉണ്ടാവില്ല, നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഈസി ആകാരം. അപ്പം ഞാൻ ആ ഒരു തട്ടിൻ്റെ മുകളിൽ വായൻ്റെ ഇല വെച്ചെടുത്തിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ പൊറുക്കിയിട്ടിട്ട് ഞാനതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമ്മളെ കുഞ്ഞിപ്പത്തിരിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. തേങ്ങ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, അഥവാ തേങ്ങ കുളം തോന്നിയാൽ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരി എന്താക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. തേങ്ങ ഞാൻ വറുത്തരച്ച് തലേ ദിവസത്തെ ചിക്കൻ കറി ഒരു 4 പീസും ഒരിത്തിരി ചാറൊക്കെ ആയിട്ട് ബാക്കിയുണ്ടായി കേട്ടോ. അതിലേക്കാണ് നമ്മുടെ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് ഇനി ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയും ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇൻഡസ്വാലിൻ്റെ പാത്രമേ ഇങ്ങനെയൊക്കെ വറ്റിച്ചെടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വറ്റി കിട്ടിക്കോളും. നല്ല പോലെ ഹീറ്റ് നിൽക്കും ആ ഒരു പാത്രത്തിൽ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഒത്തിരി ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ട് ലാസ്റ്റിക്ക് നമ്മുടെ ഇതിൻ്റെ മുകൾക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ തീ നല്ല പോലെ അങ്ങോട്ട് ഇതായിട്ടില്ല, ഒരിത്തിരി ലോസ് ഉണ്ട്. അതിന് കുറച്ച് സമയം കൂടി ഈ പാത്രം നല്ല പോലെ ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ ഒന്നുകൂടി കിടന്നിട്ട് അങ്ങോട്ട് കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ വേഗം തീ ഓഫ് ചെയ്ത് കേട്ടോ. പിന്നെ ഈ പാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാത്രം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ആവശ്യമല്ലോ ഈ പാത്രം ഒന്ന് വാങ്ങിച്ച് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിൻ്റെ കാര്യമൊക്കെ സലാമത്തയക്കണ്. അപ്പോൾ ഞാൻ വേഗം ചൂട് കൊടുക്കണ തന്നെ കുഞ്ഞിട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ വേഗം കുഞ്ഞിട്ടിക്ക് ഒക്കെ വിളമ്പി കൊടുത്തിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വന്നതാണ് കേട്ടോ. ഇന്ന് പണിക്കാർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ വാതിലിന് എത്രയാണ് പൈസ എന്നൊക്കെ ഉള്ളത്. അത് നമ്മൾ 2 വാതിലും പിന്നെ ഒക്കെ പാടെ 11,500 കേട്ടോ. അതായത് ലേബർ ചാർജും പോലെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അടക്കം. അപ്പോൾ ഈ വാതിൽ സെപ്പറേറ്റ് ആണ് വാങ്ങുക. പിന്നെ ഇതിൻ്റെ ആ ഒരു പിടുത്തം കുന്തകണയൊക്കെ അല്ലേ, അതൊക്കെ സെപ്പറേറ്റ് അങ്ങനെയൊക്കെ അതിന് ആൾ വാങ്ങിയിട്ട് സെറ്റപ്പ് ആക്കി തന്നത് കേട്ടോ. അപ്പോൾ ഇത്
അവിടെ ടൈലും പണിക്കാർക്കുള്ള സാമഗ്രികളൊക്കെയാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിന്. പിന്നെ പണിക്കാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ ഓലെ സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായി പണിക്കാർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓലെ കാത്താണെങ്കിൽ നമ്മളെ ദിവസങ്ങൾ അങ്ങനെ നീണ്ടു പോവുകയും കേട്ടോ. ഇനി സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച സ്ഥിതിക്ക് ഇന്ന് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ആകെ അലമ്പായി കിടക്കുന്നുണ്ടോ, വാതിൽ ചെത്തി കുറിപ്പിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നിനെ വൃത്തിയാക്കി ഇട്ടുകയാണ് കേട്ടോ. നന്നായിട്ട് പൊടി അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് സിമെൻറ്റ് വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞുട്ടി വേഗം ചായയൊക്കെ കുടിച്ച് പണിക്ക് പോകുന്നതിന് മുന്നേ സിമെൻറ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ടെടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സിമെൻറ്റൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആകെ വണ്ടികളൊക്കെ പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തോത്തി തടിച്ച് വൃത്തിയാക്കി ആള് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മുടെ ചായ കുടി കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പത്തിരിയും കൂട്ടി അങ്ങോട്ട് കുടിച്ചു. പിന്നെ ആ സൈഡിലുള്ള കറിവേപ്പില അത് വെറുതെ ഒരു ഷോപ്പ് വെച്ചതാണ് കേട്ടോ. എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ആയിക്കോട്ടെ കടുക് വറുക്കുകയും ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ പോയിട്ട് ചായ എടുക്കട്ടെ കേട്ടോ. മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് പറഞ്ഞയച്ചു. എല്ലാവർക്കും കുഞ്ഞിപ്പത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം എനിക്ക് ഞാൻ കുറച്ചെടുത്ത് വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ ദിവസമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടും അത് സിനിമോന് വരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ നോമ്പിനടക്കം ഉണ്ടാക്കലുണ്ട്, പക്ഷെ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോമ്പിനും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞിപ്പത്തിരി. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ചായയുടെ പരിപാടിയും ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം നീയക്കുട്ടി മദ്രസ് പോകുന്നതിന് മുന്നേ മുല്ലപ്പൂ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തത്തെ വീട്ടിൽ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറിക്കും. ആ ഒരു സമയത്ത് ഓളം പോയിട്ട് ഓക്ക് ആവശ്യമുള്ളതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് പാത്രത്തിലൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഓളെന്നെ ഒറ്റക്ക് മുല്ലപ്പൂവൊക്കെ കോർത്ത് ഒക്കെ എനിക്ക് ആ ഒരു സൂചി കോർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവലുള്ളൂ കേട്ടോ. പിന്നെ ഓളെന്നെ മുല്ലപ്പൂവൊക്കെ കോർത്ത് റെഡിയാക്കും. പിന്നെ കുളിച്ച് സുന്ദരിയായി വന്നിട്ട് അതൊന്ന് കുത്തി കൊടുക്കുകയൊക്കെയാണ് വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ കൈവിരുതും കലാവിരുതൊക്കെയാണ് കേട്ടോ. എഡിറ്റിംഗ് അറിയാം എന്നുള്ളതിൻ്റെ ചെറിയൊരു അഹങ്കാരം അങ്ങനെ കൂട്ടിയാൽ മതി കേട്ടോ. വെറുതെ സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുത്തതാണ്. മുല്ലപ്പൂ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണല്ലേ. പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തെ മുല്ലപ്പൂ ചൂടിയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ അയവിറക്കി. അങ്ങനെ ഞാൻ മുല്ലപ്പൂ പരിപാടി അവസാനിപ്പിച്ചു. അലക്കലൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണിക്കാർ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ഞാൻ വേഗം അലക്കലൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റപ്പാക്കിയെങ്കിലും അന്ന് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമുക്കില്ലേ അവൾക്ക് ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ രാവിലത്തെ എനിക്ക് അലക്കൽ ഭയങ്കര ഒരു റിസ്കി ടാസ്ക് ആണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ വലിയ പണികളൊന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ പിന്നെ ആ പണിയൊക്കെ ഏതായാലും മൂല വരുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കാലത്ത് പണി തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഒക്കെ ബാക്കി ഉണ്ടായതുകൊണ്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് എല്ലാതും ഒന്ന് സോപ്പ് വെള്ളത്തിലൊക്കെ നരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയൊരു 2 പ്രാവശ്യമായിട്ട് 2 പീസുള്ള വെള്ളം നിറച്ച് കഴുകിയെടുത്ത് വെക്കണം. ചെറിയൊരു പൊട്ടിക്കോളൊന്നറിയില്ല കേട്ടോ. പൊട്ടിക്കോളൊന്ന് നോക്കിട്ടോ. ചാടൊക്കെ പോയി പൊട്ടിയ റിട്ടേൺ ആയിക്കോ. കുട്ടികളെല്ലാവരും അപ്പുറത്തൊരു കളിയിലാണ് കേട്ടോ. ഓല് കഴിച്ചിട്ടും സൗണ്ട് കേട്ടാ പിന്നെ സിനിമോനെ അവിടെ പോയി നിൽക്കും കേട്ടോ. ഓനൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അവിടെ അലമ്പാട്ടിൽ തുടങ്ങിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡെലിവറി ഇവിടെ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ ചിലപ്പോൾ വലിച്ചെറിഞ്ഞ തൊടുകൂടെ ഒക്കെ പോയിട്ട് എടുത്തോണ്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ വലിച്ചെറിയുമ്പോഴത്തേന് വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു വെക്കുകയാണ് കേട്ടോ.
എന്നോട് കമൻറ്റിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അജൊക്കെ പറ്റ മെലിഞ്ഞു പോയല്ലോ എന്നുള്ളത്. മെലിഞ്ഞു പോയതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സ്കൂളിലാവുമ്പോൾ ആ സ്കൂളിൽ കുറച്ച് ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മാത്രമല്ലേ അലമ്പായിട്ടുള്ളൂ, ബാക്കിയുള്ള സമയമൊക്കെ അടങ്ങിയിരിക്കുമല്ലോ. പക്ഷെ പെരിയിൽ അതുമില്ല. ഇവിടെ കുറേ കളിച്ചാൻ ഇഷ്ടം പോലെ കൂട്ടുകാരാണ് കേട്ടോ, ചുറ്റുവട്ടത്തും കുട്ടികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓടലും ചാടലും മണ്ടലും എന്നൊക്കെ പറഞ്ഞ മാതിരി ആകെ അലമ്പാക്കി. അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ അജൊക്കെ മെലിഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ ജനുമോനൊക്കെ കുളിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ എടുക്കുന്നത്. ഇന്നും പിന്നെ പണിക്കാരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ അല്ലേ വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ്ക്ക് ഉൾപ്പെടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്ന് ക്ലീനിങ്ങും കൂടി ചെയ്തെടുക്കട്ടെ ഞാൻ. അപ്പം ദണ്ടും വേദനയും ഒന്ന് റെഡിയാക്കിയിട്ട് മൊത്തമായിട്ടൊന്ന് തുടച്ചിടണം. എല്ലാ ദിവസവും എല്ലായിടും തുടച്ചിടും കേട്ടോ ഞാൻ. കുറച്ച് സ്ഥലമല്ലോ തുടക്കാൻ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ചെറിയ കുട്ടികളൊക്കെ അല്ലേ, ഓരൊക്കെ എപ്പോഴും പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ആ അലമ്പാക്കും. അപ്പം എന്നൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടെങ്കിലേ ഒരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ, ഒരിത്തിരി വൃത്തിയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ നിസ്കരിച്ചാനൊക്കെ ഇങ്ങനെ ഉള്ളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അല്ലെങ്കിൽ എന്നാൽ തന്നെ കാലുമ്പോൾ പൊടിയും മണ്ണൊക്കെ ആവും കേട്ടോ. ചില ദിവസം രാവിലെ തുടച്ചാലും വൈകിട്ട് നിസ്കരിച്ചാനാകുമ്പോഴത്തേന് വീണ്ടും ഒന്ന് തുടക്കേണ്ടി വരും. ഇത് ഞാൻ പിന്നെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് പണിക്കാർ വന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം പണിക്കാർ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ടൈല്. അപ്പോൾ ഒരു ഉച്ചയാവുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിങ്ങനെ. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പ് ബ്ലാക്കും പിന്നെ ചുമര് വൈറ്റും ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിനിയത്. ചുമര് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ, വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ ഒരിത്തിരിയും കൂടി വെളിച്ചമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചുമരും ഒരു ഡാർക്ക് ആകുമ്പോൾ ഒരു ഇരുട്ട് പോലെ തോന്നൂല. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരിത്തിരി വെളിച്ചമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുമരൊക്കെ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിനിയത്. ആദ്യം ഞാൻ ചുമരും കൗണ്ടർ ടോപ്പും ഒക്കെ എന്താക്കി വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നി അതൊരു ചിലപ്പോൾ ഒരു അവിവേകമാവും. വൈറ്റൊക്കെ ആകുമ്പോൾ കറയായാലും ഒക്കെ പ്രശ്നമാണ് ടൈലാവുമ്പോഴേ. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി, കൗണ്ടർ ടോപ്പ് ബ്ലാക്കും ചുമര് വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഒരു വെളിച്ചമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ആ ഒരു രീതിയിലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിനിയത്. അപ്പം എങ്ങനെയുണ്ട് ടൈലൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ട് കേട്ടോ. പിന്നെ സെലക്ഷന് നമ്മളെ സെലക്ഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ മോശമാവാൻ വഴിയില്ലല്ലേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ആണ് കേട്ടോ പിന്നെ ഈ മുകൾ ഭാഗം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്കും പിന്നെ വൈകിട്ട് പോലെ പോയി കഴിഞ്ഞതിന് ശേഷം എടുത്ത 2 സീനുകളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജനലിൻ്റെ അവിടെയും ബാക്കി ചെറിയ ചെറിയ നുള്ളുന്നുരുമ്പ് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ബാത്റൂം ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര ഉള്ളതിനും. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് എഴുതുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.